നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തീ എണീക്കുമ്പോൾ അവൻ്റെ ദേഹത്ത് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് അവൻ ആകെ ടെൻഷനാകുന്നു. തലേന്ന് രാത്രിയിൽ എന്ത് നടന്നു എന്ന് അവൻ ഓർമ്മ പോലുമില്ല. അതേസമയം സീനയുടെ സ്ഥാനത്ത് സിരിയാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത്. എല്ലാ കാര്യങ്ങളും സീന അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രി എന്ത് സംഭവിച്ചെന്നും തീ വരുമ്പോൾ എന്തു പറയണമെന്നും. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് സിരിയ റൂമിലിരിക്കുമ്പോൾ തീ അവിടേക്ക് വരുന്നു. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? എനിക്കെന്താ ഒന്നും ഓർമ്മയില്ലാത്തത്? നമ്മുടെ റൂമിൽ കിടക്കാതെ നീ എന്താ ഇവിടെ ഒന്ന് കിടന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇന്നലെ നിന്റെ ഹെൽത്ത് വളരെ മോശമായിരുന്നു. നീ ബോധം കേട്ട് വീണു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിനക്ക് ഒന്നും ഓർമ്മയില്ലാത്തതെന്ന് സിരിയ പറയുന്നു. സിരിയ സീനെ പോലല്ലോ, വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്. സോ അവളുടെ സംസാരവും വളരെ സോഫ്റ്റ് ആയിരുന്നു. നിനക്കിതെന്തു പറ്റി? ആകെ ചേഞ്ച് ആയ പോലെ തോന്നുന്നു. നിനക്കെന്താ സുഖമില്ലേന്ന് ചോദിച്ച് അവൻ അവളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിരിയയ്ക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. നിനക്ക് ഇത്രയും സുഖമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ അന്നായിരുന്നു ആ ആഡിൻ്റെ ഷൂട്ട്. നിനക്ക് ആഡിൻ്റെ ഷൂട്ടിന് പോകാനുള്ളതല്ലേ? ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പൊയ്ക്കോളാമെന്ന് അവൾ പറയുന്നു. തീ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ആഡ് ഷൂട്ട് ചെയ്യാനായി ഫുൾ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. സൂസി എൻട്രി ചെയ്യുന്നുണ്ട്. സീൻ അവിടേക്ക് വരുന്നു പീറ്ററിന്റെ കൂടെ. തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവൾ ഫേസിൽ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് നടന്നു വന്ന് മേക്കപ്പ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ദാരിക ഇത് കാണുന്നു. സൂസിയെ മീറ്റ് ചെയ്യാനായി അവൾ ആ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പീറ്റർ അവളെ തടയുന്നുണ്ട്. സോറി, ഇപ്പോൾ സൂസി മാമിനെ കാണാൻ പറ്റില്ല. മാഡത്തിന്റെ ഷെഡ്യൂൾ ഒരുപാട് ടൈറ്റാണ്. എത്രയും പെട്ടെന്ന് ഈ ആഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പ്രോജക്റ്റിന് പോകാൻ. ഇപ്പോൾ മാം ഷൂട്ടിന് വേണ്ടി മേക്കപ്പ് ചെയ്യാണ്. അതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പീറ്റർ പറയുന്നു. തീയും അവിടേക്ക് വരുന്നുണ്ട്. ദാരികയും തീയും സൂസിയെ കാണാതെ അവിടുന്ന് പോകുന്നു. ഇവിടെ ക്രിട്ട് എല്ലാ അപ്ഡേറ്റ്സും സിരിയയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂസി കമ്പനിയിലേക്ക് വന്നു എന്നും ഷൂട്ടിങ്ങിന് വേണ്ടി റെഡിയാകുകയാണെന്നും അവളുടെ ഫേസ് ആരും കണ്ടിട്ടില്ല, കാരണം അവൾ ഫേസിൽ മാസ്ക് വെച്ചിരിക്കുകയായിരുന്നു എന്നും അവൻ പറയുന്നു. നുട്ട് അവിടേക്ക് വരുന്നു. ഞാൻ ആവശ്യപ്പെട്ട ആ ഇമ്പോർട്ടൻറ്റ് ഫയൽ നീ കൊണ്ടുവന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. കൊണ്ടുവന്നു എന്ന് ക്രിട്ട് പറയുന്നു. കമ്പനിയിൽ നമ്മുടെ കാർസിന്റെ ഷൂട്ടിംഗ് നടക്കാൻ പോവുകയാണ്. സൂസിയും വന്നിട്ടുണ്ട്. നീയും വന്ന് കാണാൻ നുട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. വരാമെന്ന് ക്രിട്ട് പറയുന്നുണ്ട്. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സൂസിയെ കാണാനായി എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഷൂട്ടിങ്ങിന് വരുമ്പോൾ സീനയുടെ ഫേസിൽ മാസ്ക് ഉണ്ടായിരുന്നു. അവൾ അവളുടെ കണ്ണ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് സീനയാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവൾ എന്തിനാ ഈ മാസ്ക് വെച്ചിരിക്കുന്നതെന്ന് തീ ചോദിക്കുമ്പോൾ നമ്മുടെ ആഡിന്റെ തീമിന് ഈ ലുക്ക് പെർഫെക്റ്റ് ആണ്. സാറ് നോക്കിക്കോ, ആഡ് സൂപ്പർ ആയിരിക്കും എന്ന് ഡയറക്ടർ പറയുന്നു. ഷൂട്ടിംഗ് സ്റ്റാർട്ടാകുന്നു. സീന നന്നായിട്ട് സ്റ്റൺസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരുപാട് ഇംപ്രസ് ആകുന്നു സീനയുടെ ഈ ഷൂട്ടിംഗ് കണ്ട്. ഇവൾ സത്യത്തിൽ നല്ല സ്മാർട്ടും ബ്യൂട്ടിഫുൾ ആണ്. ഒരു പേടിയുമില്ലാതെ എന്ത് നന്നായിട്ടാണ് ഇവൾ ഈ സ്റ്റൺസ് എല്ലാം ചെയ്യുന്നതെന്ന് തീ പറയുന്നു. കാറിൽ കയറി സീന ക്യാമറയിലേക്ക് നോക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അവൾ അപ്പോൾ ക്യാമറയുടെ ബാക്കിലുള്ള തീയാണ് നോക്കുന്നത്. പക്ഷെ ഇവളെ ഇങ്ങനെ കാണുമ്പോൾ തീക്ക് എന്തോ സംശയം തോന്നുന്നു. എവിടെയോ ഇവളെ കണ്ട പോലെ. ഈ ഷൂട്ടിംഗ് കണ്ട് നുട്ടും സീനെ പുകഴ്ത്തുന്നുണ്ട്. സത്യമായിട്ടും ഈ സൂസി ഒരു ഫിയർലെസ് ഗേൾ ആണെന്ന് അവളും പറയുന്നു. ശരിയാണ്, സൂസി വളരെ സ്മാർട്ടും ഫിയർലെസ്സും ആണെന്ന് ക്രിട്ടും പറയുന്നു. പക്ഷേ അവൻ ഈ പറയുന്ന കേട്ടാൽ നേരത്തെ അവന് സൂസിയെ പരിചയമുള്ള പോലെയാണ്. ഈ കാര്യം നുട്ട് അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ ഇവളെ നേരത്തെ അറിയാവൂന്ന്? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഇന്നാ കാണുന്നത്. നീ പറഞ്ഞത് ഞാൻ എഗ്രി ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ക്രിട്ട് അവിടുന്ന് പോകുന്നു. നുട്ട് അവനെ നോക്കുന്നുണ്ട്. ഷൂട്ടിങ്ങിന് ശേഷം സീനിയർ റൂമിൽ വന്ന് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യാണ്. ഞങ്ങൾ കുറച്ച് ബിസിയാണ്. എല്ലാം സക്സസ് ആയി കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് പോകാമല്ലോ എന്ന് തീയോട് പീറ്റർ ചോദിക്കുന്നുണ്ട്. തീ സമ്മതിക്കുന്നു. സീന പീറ്ററിനെ കൂട്ടി അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഒരാൾ അവിടേക്ക് വന്ന് സീനയോട് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. അയാൾ സീനയുടെ മാസ്ക് മാറ്റാൻ ശ്രമിക്കുന്നു. അവൾ അയാളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അവളുടെ മാസ്ക് മാറ്റുന്നതിൽ അയാൾ സക്സസ് ആകുന്നുണ്ട്. സീനയുടെ പക്കൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു. തൻ്റെ ഹൂഡി കൊണ്ട് അവൾ പെട്ടെന്ന് അവളുടെ ഫേസ് മറയ്ക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഓടി വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. തീയും ക്രിട്ടും അവിടേക്ക് വരുന്നുണ്ടെങ്കിലും ഈ കാരണത്താൽ അവർ രണ്ടുപേരും സൂസിയുടെ ഫേസ് കാണുന്നില്ല. ആ മിസ്ബിഹേവ് ചെയ്ത ആള് സൂസിയുടെ മാസ്ക് മാറ്റുന്ന ടൈമിൽ അവളുടെ ഫോട്ടോ ഒരു റിപ്പോർട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഈ ഫോട്ടോസ് നോക്കി നിൽക്കുമ്പോൾ ക്രിട്ട് അവിടേക്ക് വരുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ക്യാമറ പിടിച്ചു വാങ്ങുന്നുണ്ട്.
നീ എൻ്റെ ഈ ചെയ്തതെന്ന് ചോദിച്ച് അവളോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് അവളെയും കൂട്ടി തീയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നോക്കൂ, ഇവളും ഇവളുടെ കൂട്ടാളിയും ചേർന്നാണ് സൂസി അറ്റാക്ക് ചെയ്തത്. പെർമിഷൻ ഇല്ലാതെ സൂസിയുടെ ഫോട്ടോസ് എടുത്തു എന്ന് ക്രിട്ട് പറയുന്നുണ്ട്. അവരെല്ലാവരും ഈ ഗേളിനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇവരുടെ കൂട്ടത്തിലുള്ള ആളല്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്നെ ആരാണ് റിക്രൂട്ട് ചെയ്തത്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവരെല്ലാവരും ചോദിക്കുന്നു. കൂട്ടത്തിൽ ദാരികയാണ് അവളോട് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ ദാരികയാണ്. എങ്ങനെയെങ്കിലും സൂസിയുടെ ഫേസ് കാണാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ താനീ ചെയ്ത കാര്യം ആരും അറിയാതിരിക്കാൻ വേണ്ടി അവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ ഗേളിനെ ഒരുപാട് വഴക്കു പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ എല്ലാവരും ക്രിട്ടിന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ സിരിയയും നണ്ണും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവരെല്ലാവരും അറിയുന്നു. സിരി ഒരുപാട് പേടിക്കുന്നുണ്ട്. സീനിയോട് നീ കെയർഫുൾ ആയിരിക്കണം, നിന്നെ അറ്റാക്ക് ചെയ്ത ആരാണെന്ന് നമുക്കറിയില്ല, റീസണും അറിയില്ല. അതുകൊണ്ട് നീ ഇത്ര റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തണം. നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് സിരിയ ചോദിക്കുന്നുണ്ട്. നീ പേടിക്കേണ്ട, സീനയ്ക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അവളെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളാണ്. നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവൾക്കറിയാമെന്ന് ഞാൻ പറയുന്നു. പീറ്ററും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. സിരിയ, നീ ഇത്ര ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നിന്റെ സിസ്റ്റർ വളരെ സ്മാർട്ടാണ്, കണ്ണിങ് ആണ്. ഇന്ന് അറ്റാക്ക് ചെയ്ത അയാളെ ഇവൾ നന്നായിട്ട് ഇടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവളുടെ ഫേസ് ആരെ കാണിച്ചതുമില്ല. സോ നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പീറ്ററും പറയുന്നു. ഇതെല്ലാം കേട്ട് സീനെ സ്മൈൽ ചെയ്യുന്നു. നീ ടെൻഷൻ ആകണ്ട, നിന്റെ സിസ്റ്ററിനെ ആരും ഒന്നും ചെയ്യില്ല. ഞാൻ വിചാരിക്കാതെ എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് സീനയും പറയുന്നു. ഇതെല്ലാം കേട്ട് ക്രിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സിരിയുടെ സ്ഥാനത്ത് സീന തീയുടെ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ അവൾ റിലാക്സ് ചെയ്ത് ബെഡിലിരിക്കുകയാണ്. അപ്പോൾ തീ അവിടേക്ക് വരുന്നു. ഇന്ന് സത്യത്തിൽ നീ വളരെ നല്ലൊരു കാര്യം മിസ് ചെയ്തത്. ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു. എന്ത് നന്നായിട്ടാണ് ആ മോഡൽ ഷൂട്ടിംഗ് എല്ലാം ചെയ്തത്. അവളുടെ സ്റ്റൺസ് എല്ലാം കാണേണ്ടതാണ്. അവൾ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നും തീ പറയുന്നു. നീ സൂസിയുടെ ഫേസ് കണ്ടോ? അവൾ സത്യത്തിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണോ എന്ന് സീന ചോദിക്കുന്നു. ഫുൾ ഫേസ് കണ്ടില്ല, കാരണം അവൾ മാസ്ക് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും കണ്ടത് വെച്ച് പറയാൻ പറ്റും അവൾ നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് അവനും പറയുന്നു. അവൻ്റെ കയ്യിൽ സൂസിയുടെ ആ മാസ്ക് ഉണ്ടായിരുന്നു. അവൻ ഈ മാസ്ക് സീനയുടെ ഫേസിൽ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് നേരം അവളെ നോക്കിയിരിക്കുന്നു. നീ എന്തായി ചെയ്യുന്നത്? നീ എന്തിനാ ഈ മാസ്ക് എൻ്റെ ഫേസിൽ വെച്ചിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. തീക്ക് എന്തോ ചെറുതായിട്ട് സംശയം ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഈ മാസ്കിൽ കാണുമ്പോൾ സൂസിയുടെ കണ്ണ് നിന്റെ കണ്ണിനേക്കാളും കുറച്ച് വലുതായിരുന്നു. നിന്റേത് ചെറുതാണ്. ഈ മാസ്ക് വെച്ചപ്പോൾ സൂസിയെ കാണാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ നിന്നെ കണ്ടിട്ട് ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സീന സ്മൈൽ ചെയ്യുന്നു. ഞാൻ ഫ്രഷ് ആകാൻ പോവുകയാണെന്ന് തീ പറയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ഫീവറിനെ കുറിച്ച് അവൻ ഓർക്കുന്നത്. അവൻ അവളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് സീനിയാണല്ലോ, സിരിയല്ല. ഇത്ര പെട്ടെന്ന് നിന്റെ പനി മാറിയോ? രാവിലെ നിനക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നല്ലോ എന്ന് തീ ചോദിക്കുന്നു. ഞാൻ മരുന്ന് കഴിച്ചു, പെട്ടെന്ന് മാറിയെന്ന് അവൾ പറയുന്നുണ്ട്. താൻ ഫ്രഷ് ആകാൻ പോവുകയാണെന്ന് പറഞ്ഞ് തീ അവിടെ നിന്ന് പോകുന്നു. അവൻ കൊണ്ടുവന്ന മാസ്ക് സീനെ ട്രൈ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ മാസ്കിൽ ഞാൻ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് അവൾ സ്വയം ചോദിക്കുന്നു. നെക്സ്റ്റ് ഡേ ഓഫീസിൽ കുറച്ച് എംപ്ലോയീസ് ഗോസിപ്പ് എല്ലാം പറഞ്ഞ് കോഫി എല്ലാം കുടിച്ചവിടെ നിൽക്കുകയാണ്. അപ്പോൾ നുട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഒരു എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ബൈ മിസ്റ്റേക്ക് കോഫി അവളുടെ ദേഹത്ത് വീഴുന്നു. ഡ്രസ്സിൽ ഫുൾ കോഫി ആകുന്നുണ്ട്. എല്ലാവരും പേടിക്കുന്നു. കാരണം നുട്ടിന് ദേഷ്യം എല്ലാവർക്കും അറിയാം. അവൾ ഒരുപാട് സ്ട്രിക്റ്റും ക്രൂവലും ആണ്. അവൾ അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ ക്രിട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവൻ വന്ന് നുട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നിന്റെ എംപ്ലോയീസിനോട് നീ ഇതുപോലെ പെരുമാറാൻ പാടില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് അവൻ പറയുന്നു. അവനെ കാണുമ്പോൾ നുട്ട് കുറച്ച് ശാന്തമാകുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ സ്റ്റെയിൻ ആകുന്നതിന് മുന്നേ ഈ ഡ്രസ്സ് ലോണ്ടറി കൊടുത്ത് ക്ലിയർ ആക്കാൻ അവൻ പറയുന്നുണ്ട്. ലോണ്ടറിയിലേക്ക് കോൾ ചെയ്യാനായി അവൻ അവൻ്റെ ഫോൺ അവൾക്ക് നേരെ നീട്ടുന്നു. അവൾ നോക്കുമ്പോൾ അവൾ ഗിഫ്റ്റ് ചെയ്ത ആ കവറാണ് ക്രിട്ടിട്ടിരിക്കുന്നത്. ഇത് കാണുമ്പോഴേക്കും നുട്ട് ഒരുപാട് ഹാപ്പിയാകുന്നു. അവൾ കാമാകുന്നുണ്ട്. അവരോടെല്ലാം നുട്ട് ക്ഷമിക്കുന്നു. ഇത് കേട്ട് എംപ്ലോയീസ് എല്ലാം ഷോക്ക് ആകുന്നുണ്ട്. നുട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കണ്ട്. കാരണം നുട്ടിന് റിയൽ ക്യാരക്ടർ വെച്ച് അവളിൽ നിന്നും ഇങ്ങനൊരു കാര്യം ഇവരാരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
നിങ്ങൾക്ക് പണിഷ്മെന്റ് വേണ്ടെങ്കിൽ ഇവിടുന്ന് പോകാൻ നുട്ട് അവരോട് പറയുന്നു. സോറി പറഞ്ഞ് അവരെല്ലാവരും അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. നുട്ട് ക്രിട്ടിന്റെ അടുത്തേക്ക് വന്ന്, നീ ഒരു കാര്യം മറക്കരുത്, ഈ കമ്പനിയുടെയും നിന്റെയും ബോസ് ഞാനാണ്. നിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഫോളോ ചെയ്യുമെന്ന് നീ വിചാരിക്കണ്ടെന്ന് നുട്ട് പറയുമ്പോൾ ക്രിട്ടും അവളുടെ ക്ലോസ് ആയിട്ട് വന്ന് യെസ് ബോസ് എന്ന് പറയുന്നു. നുട്ട് ഒരുപാട് ഷൈ ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ അവിടുന്ന് പോകുന്നു. ഈ സീനിൻ രണ്ടും കൂടി തീയെ കാണിക്കാനായി അവന്റെ മുന്നിൽ ആക്ട് ചെയ്യാണ്. ഇന്ന് രാത്രി സീനയ്ക്ക് വെളിയിൽ പോകണം. തീ ആ റൂമിലുണ്ടെങ്കിൽ അവൾക്ക് പോകാൻ പറ്റില്ല. സോ എങ്ങനെയെങ്കിലും തീയെ ആ റൂമിൽ നിന്ന് പുറത്താക്കാനായാണ് ഇവർ ശ്രമിക്കുന്നത്. തനിക്കൊട്ടും വയ്യെന്നും തനിക്ക് വലിയ ഫീവർ ആണെന്നും അവന്റെ മുന്നിൽ സീന ആക്ട് ചെയ്യുന്നു. അവളുടെ കൂടെ ആര് നിൽക്കുകയാണെങ്കിലും അവർക്കെല്ലാവർക്കും പനി പകരും എന്നാണ് അവൾ പറയുന്നത്. നീ ഇന്ന് ഈ റൂമിൽ കിടക്കാതിരിക്കുന്ന ബെറ്റർന്ന് ഞാൻ തീയോട് പറയുന്നു. അതെന്താ, ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് തീ ചോദിക്കുന്നു. അപ്പോൾ തീയെ കാണിക്കാനായി സീന ഉറക്കെ ചുമയ്ക്കുന്നുണ്ട്, തുമ്മയും ചെയ്യുന്നു. നീ കാണുന്നില്ലേ, എനിക്ക് ഒട്ടും വയ്യ. ഈ റൂമിൽ നീ നിൽക്കുകയാണെങ്കിൽ നിനക്കും പനി പിടിക്കും. എന്ത് ടൈപ്പ് പനിയാണെന്ന് അറിയില്ല. നീ എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് സീന ചോദിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ തീയും പേടിക്കുന്നുണ്ട്. താൻ ഇന്ന് ഈ റൂമിൽ സ്റ്റേ ചെയ്യത്തെ ബെറ്റർ എന്ന് അവന് ഫീൽ ചെയ്യുന്നു. അവനോടൊന്ന് പോകുന്നുണ്ട്. തീ എന്തായാലും അന്ന് രാത്രിയിൽ റൂമിലേക്ക് വരില്ലെന്ന് അവർക്ക് രണ്ടുപേർക്ക് ഉറപ്പാകുന്നു. സീന ഹാപ്പിയായി അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പായുടെ ഹസ്ബൻഡ് കമ്പനിയിൽ ഇല്ലീഗലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോ രാത്രിയിൽ അയാൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ വന്നിരിക്കുകയാണ്, ഒരു ഗോഡൗണിൽ. ഇയാളെ ശ്രദ്ധിക്കാനായി അവിടേക്ക് സീനെ വന്നിട്ടുണ്ട്. ഈ കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാ അവൾ തീയെ റൂമിൽ നിന്ന് പുറത്താക്കിയത്. പക്ഷെ അവിടേക്ക് തീയും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇയാളുടെ കാര്യത്തെക്കുറിച്ച് അവനും ചെറുതായിട്ട് ഐഡിയ ഉണ്ട്. ഇത് അന്വേഷിക്കാൻ വേണ്ടി അവനും ആ ടൈമിൽ ഗോഡൗണിലുണ്ടായിരുന്നു. അവൻ ഇയാളുടെയും കൂട്ടാളികളുടെയും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവിടെ ആരും ഉണ്ടെന്ന് സംശയം തോന്നുന്നു. അവരവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. തീയെ കാണാൻ തുടങ്ങുമ്പോഴേക്കും സീന വന്ന് അവനെ രക്ഷിക്കുന്നു. വീട്ടിൽ വന്ന ശേഷവും ഇതിനെക്കുറിച്ചാണ് തീ ചിന്തിക്കുന്നത്. തന്നെ ഹെൽപ്പ് ചെയ്ത ആ ഗേൾ ആരാണെന്ന്. അവൻ അവളുടെ ഫേസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് സീനിൽ പായുടെ ഹസ്ബൻഡിന്റെ ലവറും സെക്രട്ടറിയുമായ ആ ഗേളിനെയാണ് കാണിക്കുന്നത്. അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി, ബേബി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വന്ന് കഴിക്കാൻ പറയുന്നു. അപ്പോൾ ആരോ പുറകിൽ നിന്ന് വന്ന് അവളുടെ കണ്ണ് പൊത്തുന്നുണ്ട്. പക്ഷെ ഇത് പായുടെ ഹസ്ബൻഡ് ആയിരുന്നില്ല. ആ കമ്പനി വർക്ക് ചെയ്യുന്ന മറ്റൊരു എംപ്ലോയിയാണ്, പേര് മേ. ഇവൾക്ക് സത്യത്തിൽ പായുടെ ഹസ്ബൻഡിനോട് ഒരു ഫീലിങ്സും ഇല്ല. അയാളുടെ പണത്തിന് വേണ്ടിയാണ് ഇവൾ അയാളുടെ കൂടെ ഉള്ളത്. ഈ കാര്യം ഈ ലവറിനും അറിയാം. നീ ആ ഓൾഡ് മാൻ്റെ കൂടെ റിലേഷൻ കീപ്പ് ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് മേ പറയുന്നു. നമ്മുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അക്കൗണ്ടിൽ ഒരു 10 മില്യൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം നിർത്തും. നമുക്കിവിടുന്ന് ഇതെല്ലാം കളഞ്ഞ് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാമെന്ന് അവൾ പറയുന്നു. ഓഫീസിലേക്ക് പോകാനായി നുട്ട് വെളിയിലേക്ക് വരുമ്പോൾ ക്രിട്ട് സീനയോട് സംസാരിക്കുന്നത് അവൾ കാണുന്നു. അവൾക്ക് ഈ സീൻ കണ്ട് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ക്രിട്ടിന്റെ കാര്യത്തിൽ അവൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. കാവുമായിട്ട് ഞാൻ കറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ക്രിട്ട് കാവുനെ കൂട്ടി അവിടുന്ന് പോകുന്നു. അവൻ കാവുനെ കൂട്ടി വരുന്നത് സിരിയുടെ അടുത്തേക്കാണ്. സിരിയെ കണ്ട് കാവു ഹാപ്പിയായി മേയാന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് അവൻ ഓടി വരുന്നുണ്ട്. കാരണം കുറെ നാൾക്ക് ശേഷമാണ് കാവു ഇത്രയും നേരം സിരിയുമായി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അവനെ കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. നിന്നെ കാണണമെന്ന് കാവുന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ കൂട്ടി ഇവിടേക്ക് വന്നേന്ന് ക്രിട്ട് പറയുന്നു. അതേസമയം സീൻ ഇവിടെ തീയുമായി വാട്ടർ ഡൈവിംഗ് പഠിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം ഇത് അവളുടെ കാലിന് വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. രണ്ടുപേരുടെയും സ്ഥിരമായിട്ടുള്ള ടോം ആൻഡ് ജെറി ഫൈറ്റും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ക്രിട്ട് സിരിയെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ട് ആൻഡ് സ്മൈൽ ചെയ്യുന്നു. ക്രിട്ട് സിരിയെ ലൈക്ക് ചെയ്യുന്ന കാര്യം ആൻഡിനറിയാം. പക്ഷെ സിരിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഊഹവും ഇല്ല. കാവുന് ക്രിട്ടിന് വേണ്ടി അവൾ സ്പെഷ്യലായിട്ട് സ്വന്തം കൈകൊണ്ട് ലഞ്ച് ഉണ്ടാക്കുന്നു. എന്നിട്ട് അവളോട് കഴിക്കാൻ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണെന്ന് ക്രിട്ട് കഴിച്ചിട്ട് പറയുന്നു. അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സംസാരത്തിൽ നിന്ന് സീനയെ കുറിച്ച് ആലോചിച്ച് സിരിയ ഒരുപാട് വറീഡാണെന്ന് ക്രിട്ടിന് മനസ്സിലാകുന്നു. നീ ഇത്രയും ടെൻഷൻ ആകണ്ട, സീനയുടെ കൂടെ ഞാനും അവിടെയുണ്ട്. അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ക്രിട്ട് പ്രോമിസ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാവുവിനെ തിരിച്ച് തീയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു.
പക്ഷെ കാവു ആകട്ടെ പോകാൻ തയ്യാറാകുന്നില്ല. അവൻ ഒരുപാട് കരയുന്നുണ്ട്. മേയ, എനിക്ക് എവിടെയും പോകണ്ട, മേയുടെ കൂടെ താമസിച്ചാൽ മതി, മേയെ വിട്ട് ഞാൻ എവിടെയും പോകില്ല എന്ന് അവൻ വാശി പിടിക്കുന്നുണ്ട്. സിരിയക്കാണെങ്കിൽ എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയാതിരിക്കുകയാണ്. അപ്പോൾ ക്രിട്ട് വന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കാവു, നീ ഒരു ഗുഡ് ബോയ് അല്ലേ? നിന്റെ മദറിനെയും നിന്റെ ആണ്ടിനെയും എന്നും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടി നീ സ്ട്രോങ് ആകണം, നീ ഒരു ഗുഡ് പേഴ്സൺ ആകണം. സോ അതുകൊണ്ട് എൻ്റെ കൂടെ തൽക്കാലം വരാൻ അവൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ കാവുവിൻ്റെ ആ ചെറിയ മനസ്സിനും കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവൻ കണ്ണീരൊക്കെ തുടച്ച് മേയ, ഞാൻ മേനെടുത്ത് പോവുകയാണെന്ന് പറഞ്ഞ് ക്രിട്ടിൻ്റെ അടുത്തേക്ക് വരുന്നു. നെക്സ്റ്റ് സീനിൽ ഞാൻ സ്പൈയുടെ അടുത്തേക്ക് വരുന്നു. പായുടെ ഹസ്ബൻഡിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൾ ശ്രമിക്കുന്നത്. സോ അതിനു വേണ്ടി അവൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ സ്പൈയുടെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. പകരം ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി അവൻ അവളെ കിസ്സും ചെയ്യുന്നു. നണ്ണാകട്ടെ ആകെ ഷോക്കാകുന്നു. തൻ്റെ ഫ്യൂച്ചർ വൈഫായിട്ടാണ് നണ്ണിനെ സ്പൈ കാണുന്നത്. പക്ഷെ നണ്ണിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടാൻ വന്നിട്ട് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ല, പകരം കിസ് കിട്ടിയെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഈ സീനിൽ സീനയും ക്രിട്ടും കൂടി സ്പൈ വർക്ക് ചെയ്യാണ്. അവർ പായെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ തൻ്റെ ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് അവർ കാണുന്നു. അവർ രണ്ടുപേരും അവളുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ക്രിട്ട് ഓഫീസിനുള്ളിലേക്ക് കയറുന്നു. കാരണം അവിടുന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ പ്രൂഫോ കിട്ടുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ആരെങ്കിലും വരുന്നോ ശ്രദ്ധിക്കാനായി സീന വെളിയിൽ നിൽപ്പുണ്ട് കാവലായിട്ട്. ചില ഡോക്യുമെൻറ്റ്സ് കാണുമ്പോൾ അവൻ എന്തോ സംശയം തോന്നുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഫോട്ടോസ് എടുക്കുന്നു സ്റ്റഡി ചെയ്യാനായി. അപ്പോൾ ന്യൂട്ട് അവിടേക്ക് വരുന്നു. സീന ഇങ്ങനെ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ന്യൂട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. സീനയ്ക്കാണെങ്കിൽ എന്തു മറുപടി പറയണം എന്നറിയില്ല. പെട്ടെന്ന് ക്രിട്ട് അവിടേക്ക് വരുന്നു. സിരിയയ്ക്ക് ഇന്ന് അവളുടെ ഫിസിയോതെറാപ്പിസ്റ്റുമായി അപ്പോയിൻമെൻ്റ് ഉള്ള ദിവസമാണ്. ഞാൻ സിരിയുടെ വക്കീലാണ്. സോ ഞാൻ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാണ്. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ക്രിട്ട് ചോദിക്കുന്നു. എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് ന്യൂട്ട് പറയുന്നുണ്ട്. പക്ഷേ ന്യൂട്ട് സത്യത്തിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. ക്രിട്ടിനെ സിരി ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ന്യൂട്ട് ഒരുപാട് ജെലസ് ആകുന്നുണ്ട്. സോറി, സിരിയല്ല, ഇവിടെ റിയൽ ആയിട്ട് സീനയാണ്. പക്ഷേ ന്യൂട്ടിനെ സംബന്ധിച്ച് ഇത് സിരിയാണല്ലോ. നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്കും പണി കിട്ടുമെന്ന് ആളുകൾ പറയാറില്ലേ? സോ അതാണ് ഈ സീനിൽ നടക്കുന്നത്. പായുടെ ഹസ്ബൻഡിൻ്റെ സെക്രട്ടറി പണത്തിനു വേണ്ടിയാണ് പായുടെ ഹസ്ബൻഡുമായി റിലേഷനിലുള്ളത്. പക്ഷേ അവളുടെ റിയൽ ലവറായ മേയെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ മെയ് എന്ന് പറഞ്ഞ ആള് സെക്രട്ടറി സത്യത്തിൽ ചീറ്റ് ചെയ്യാണ്. അവന് റിയൽ ആയിട്ട് അവളോട് ഒരു ഫീലിങ്സും ഇല്ല. അവൻ അവളെ യൂസ് ചെയ്യാണ് പണത്തിനു വേണ്ടി. അവനിവിടെ സൈഡായിട്ട് പായുടെ മകളെ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. കാരണം പായുടെ മകൾ എന്ന് പറയുന്നത് ഒരുപാട് റിച്ചാണല്ലോ. അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ താൻ റിച്ച് ആകുമെന്ന് അവൻ അറിയാമായിരുന്നു.